പ്രിയ കുട്ടികളെ, നമ്മളിന്ന് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റാണ് പറയാൻ പോകുന്നത്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഞാൻ എടുത്തിരുന്നില്ല, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് പല മെത്തേഡുണ്ട്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ പല മെത്തേഡിൽ നിങ്ങൾക്ക് ഞാൻ അത് മനസ്സിലാക്കി തരാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, എയും ബിയും സിയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവര് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:3:2 ആണ്. സി ഗ്യാരണ്ടീഡ് ₹10,000. സി അവിടെ ഗ്യാരണ്ടി ചെയ്തേക്കുന്ന ഒരു പാർട്ട്ണറാണ്. സിയോട് പറഞ്ഞേക്കണത് സിക്ക് കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ്, സിയുടെ ഷെയർ ഏതാ 2/10. അതായത് അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/5. 5 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ നിനക്ക് തരാം എന്ന കണ്ടീഷനിൽ ആണ് സിയെ ചേർത്തേക്കുന്നത്. അപ്പൊ സിയോട് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതായത് ചുരുങ്ങിയത് നിനക്ക് എല്ലാ വർഷവും ഇപ്പൊ പ്രോഫിറ്റ്, മക്കള് ഗ്യാരണ്ടീഡിന്റെ കേസിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോ കൂടുതൽ കിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവരുടെ ഷെയർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേ ഈ 10,000-ലും കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതലുള്ള എമൗണ്ട് അയാൾക്ക് കൊടുത്തിരിക്കും. കുറവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സ് ആ ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഇയാള് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് 10,000 ആണ്. ആ 10,000 rupees ആണ് ഇയാൾക്ക് കൊടുക്കേണ്ടത്. ഫേമിന് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 40,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ഇത് നിങ്ങളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇത് കാണിക്കാൻ പറയും. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് അത് നമുക്ക് കാണിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് തരുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും എഴുതുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 40,000 ആണ്. അപ്പൊ ഈ 40,000 നമ്മൾ ആദ്യം തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്, ഇവിടെ. ഇനി അത് വീതിക്കുമ്പോ നമ്മൾ എക്ക് വീതിക്കണം, ബിക്ക് വീതിക്കണം, സിക്ക് വീതിക്കണം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ എഴുതുന്നത് ആ ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യുമ്പോ അത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ എക്സാമിന് എഴുതാണെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടാവില്ല. എക്ക് നമ്മൾ കൊടുക്കുന്നത് 40,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇത് ഇൻറ്റു 5/10. ഇതാണ് എയുടെ ഷെയർ. അപ്പൊ എത്ര കിട്ടും? 0 കട്ട് ചെയ്ത് പൊക്കോളും. അപ്പൊ 20,000. എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 20,000 ആണ്. ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 40,000 ഇൻറ്റു 3/10 ആണ്. 3/10 എന്ന് പറയുമ്പോൾ 0 കട്ട് ചെയ്ത് പൊക്കോളും. 12,000 ആണ്. സിക്ക് 2/10 ആണ്. അപ്പൊ സിക്ക് കിട്ടുന്നത് 8,000 ആണ്. കണ്ടോ? ഇങ്ങനെയാണ് ആ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ സി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില്, സി ഗ്യാരണ്ടിയുടെ പാർട്ട്ണറാണ്. സിക്ക് 10,000 കൊടുക്കണം. സിക്ക് ഇപ്പൊ 8,000 ഉള്ളൂ. അപ്പൊ സിക്ക് 2,000 പ്ലസ് ചെയ്യണം. അങ്ങനെ 2,000 പ്ലസ് ചെയ്ത സിക്ക് സിയുടെ കോളത്തിൽ 10,000 ആക്കണം, കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുന്നുള്ളതാ ക്വസ്റ്റ്യനിൽ പല മെത്തേഡ് പറയും. അപ്പൊ ഫസ്റ്റ് മെത്തേഡ്, ഇപ്പൊ ഈ ക്വസ്റ്റ്യനില് നമ്മളുടെ ക്വസ്റ്റ്യനിലൊന്നും വേറെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സിയുടെ ഷെയർ അങ്ങോട്ട് കട്ട് ചെയ്യാം. ബാക്കി 5:3 അല്ലേ? അപ്പൊ എ ബോണ്ട് ചെയ്യുന്ന എമൗണ്ട് എങ്ങനെയായിരിക്കും? 2,000 ആണ് ഡെഫിഷ്യൻസി. അതായത് 10,000 സിക്ക് വേണം മിനിമം. 8,000 സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സിക്ക് പ്രോഫിറ്റ് വിധിച്ചപ്പോ കിട്ടിയിട്ടുള്ളൂ. പോരാത്ത 2,000 ഈ ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യണത് ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എയും ബിയും ഈ റേഷ്യോയിലായിരിക്കും ബോണ്ട് ചെയ്യണേ കേട്ടോ. അപ്പൊ 5/8 വരും. 5:3 അല്ലേ രണ്ടുപേരുടെയും കൂടി വരുമ്പോ? അപ്പൊ ഇതാണ് അവരുടെ റേഷ്യോ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര രൂപയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര കിട്ടും? 10,000 ആണ്. ഇൻറ്റു ചെയ്യുമ്പോ 2,000 ഇൻറ്റു 5 10,000. അതിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ ഫിഗർ വരും തോന്നുന്നു. അപ്പോ 16 8 ഇങ്ങനെ വരും. അപ്പൊ ആ 2,000-ല് 1,250
എന്ത് ചെയ്യണം? എയിൽ നിന്നും മൈനസ് ചെയ്യണം കേട്ടോ. എയിൽ നിന്നും മൈനസ് ആണ് ചെയ്യേണ്ടത്. ഡെഫിഷ്യൻസി എയിൽ നിന്നും ആ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടേക്ക് എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇങ്ങനെ വരും. എയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്ന എമൗണ്ട് 18,750. ബിക്ക് വരുന്നതാ ഇപ്പൊ 2000 1,250 എ ആണെങ്കിൽ നമുക്കറിയാം ബാക്കി വരുന്ന എത്ര രൂപ ബാക്കി വരുന്നത്? 750 ആയിരിക്കും ബിക്ക്. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിയുടെ ഡെഫിഷ്യൻസി എങ്ങനെ ചെയ്യുന്നേ? 2000 × 3/8 ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 6000 കിട്ടും. ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം 8 കൊണ്ട്. അപ്പൊ 7 × 56 കിട്ടും. റിമൈൻഡർ 4. 40 5 ടൈംസ് റിമൈൻഡർ 750 കണ്ടോ? അപ്പൊ 750 കിട്ടും. അപ്പൊ 750 മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് എഴുതുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ എമൗണ്ട് എഴുതുമ്പോ എങ്ങനെ വരും? എക്ക് 18,750 പ്രോഫിറ്റ് വീതിച്ചത്, ബിക്ക് 11,250 ബിക്ക് പ്രോഫിറ്റ് വീതിച്ചു, സിക്ക് 10,000. സി ഗ്യാരണ്ടീഡ് ആണ്. സിക്ക് 10,000 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ പ്രോഫിറ്റ് വീതിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനില് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഗ്യാരണ്ടീഡ് പാർട്ട്ണറിന്റെ ഷെയർ കട്ട് ചെയ്യാം. എന്നിട്ട് മറ്റുള്ളവരുടെ ആ റേഷ്യോ വെച്ച് നമ്മൾ ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അവരുടെ കയ്യിൽ നിന്ന് അത് മൈനസ് ചെയ്യാം. ഈ ആക്കത് പ്ലസ് ചെയ്തും കൊടുക്കണം കേട്ടോ. ഇത് ഒരു മെത്തേഡ്. ചിലപ്പോ മക്കൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴേ തരുന്ന ക്വസ്റ്റ്യനില ഡെഫിഷ്യൻസി ബോണ്ട് ബൈ എ ഒള്ളി എ മാത്രമാണ് ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ ഒരു കാര്യം ചെയ്യണം. ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഈ പ്രോഫിറ്റ് നമ്മൾ വീതിച്ചു കൊടുത്തിട്ട് പോരാതെ വന്ന 2000 എയിൽ നിന്നും മാത്രം മൈനസ് ചെയ്യണം. എയിൽ നിന്നും മാത്രം മൈനസ് ചെയ്ത് ഇവിടേക്ക് എഴുതണം. ബിക്ക് അപ്പൊ ചേഞ്ചസ് ഉണ്ടാവില്ല. ബിയുടെ അതേ എമൗണ്ട് വരും. സിക്ക് ആ ഡെഫിഷ്യൻസി പ്ലസ് ചെയ്ത് സിയുടെയിൽ കാണിക്കണം. ഇനി ചിലപ്പോ നമ്മളുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡെഫിഷ്യൻസി ബോണ്ട് ഈക്വൽ ആയിട്ട് ബോണ്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ വീതിച്ചു കൊടുത്തിട്ട് 2 പേരിൽ നിന്നും 1000 മൈനസ് ചെയ്ത എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ട വരും. അപ്പൊ ക്വസ്റ്റ്യനില് ഗ്യാരണ്ടി പ്രോഫിറ്റ് എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാകും, അതെങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട വരും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ മക്കൾ ചെയ്യാം. ഈക്വൽ ആയിട്ടാണെങ്കിൽ ഈക്വൽ ആയിട്ട് മൈനസ് ചെയ്യാം. അതല്ല ഒരാളിൽ നിന്നും മാത്രം പറഞ്ഞ അയാളിൽ നിന്ന് മാത്രം മൈനസ് ചെയ്യാം. അപ്പോ ഗ്യാരണ്ടീഡ് പാർട്ട്ണർക്ക് പ്ലസ് ചെയ്യാം. മറ്റേയാൾക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാകില്ല കേട്ടോ. ഇനി അപ്പൊ ഇങ്ങനെ ഒരു 3 മെത്തേഡിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ചോദിക്കാം. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഞാനിത് മാറ്റിയാണ്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾ ചെയ്യുമ്പോ ക്വസ്റ്റ്യൻ ഇതല്ല കേട്ടോ. ഞാൻ വേറൊരു കണക്കാണ് പറയുന്നതിന്. ഒറ്റതിൽ ഞാൻ 1-2 സംഭവങ്ങൾ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും മാറിപ്പോവരുത് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഏതാ? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് പാർട്ട്നേഴ്സിന് ഫേമിന്റെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. എന്നിട്ട് നമുക്ക് തന്നേക്കണത് നമുക്കറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഈ സൈഡിൽ വരുന്നത് പ്രോഫിറ്റും പിന്നെ ഇവിടെ വരുന്ന ഐറ്റം ഏതാ? ഇന്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും. ഡ്രോയിങ്സ് വരില്ല എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടില് ഡ്രോയിങ്സ് എഴുതില്ല. ഇന്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് എഴുതുന്നത്. ഇപ്പുറത്ത് നമ്മൾ എന്തൊക്കെ എഴുതും? ഇന്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതും. പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ അത് എഴുതാം. കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം അല്ലെ.
നമ്മള് ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടും മെത്തേഡും പഠിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രം എഴുതും. കറന്റ് അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡില് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൂട്ടുന്ന സംഭവങ്ങളെല്ലാം സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ, അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതുമ്പോൾ ഓപ്പോസിറ്റിലേക്കാണ് എഴുതുന്നത് കേട്ടോ. അതേപോലെ അവിടെ നമ്മൾ എഴുതിയത് ലെഫ്റ്റിൽ എന്താ എഴുതിയത്, കറന്റ് അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ എഴുതിയ, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അവിടെ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് എടുക്കാൻ പാടില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമ്മൾ ഇവിടേക്ക് എഴുതുന്നത് കേട്ടോ. നമ്മൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കേസിലാ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞേക്കണത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് സാലറി പെർ മന്ത് എന്നാണ് പറയുന്നതെങ്കിൽ മക്കൾ ഓർത്ത് വെക്കാം, പെർ മന്ത് ആണ് സാലറി പറയുന്നതെങ്കിൽ ഇൻറ്റു 12 ചെയ്യാൻ മറക്കരുത്. അവരുടെ സാലറിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി പെർ ക്വാർട്ടർ ആണ് മക്കളോട് പറയുന്നതെങ്കിൽ സാലറി കൊടുക്കുന്നത് ക്വാർട്ടർ ആയിട്ടാണെന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോ കൊടുക്കുന്ന ശമ്പളമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 4 ചെയ്യാൻ മറക്കരുത്. അപ്പൊ അത് ഓർത്ത് വെക്കാം. അങ്ങനെ സാലറി കൊടുക്കുമ്പോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയാണ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓർത്ത് വെക്കാം, എപ്പോഴും കുട്ടികൾക്ക് വരുന്ന ഡൗട്ടാണ്, തെറ്റിക്കുന്നതാണ്. അപ്പൊ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാണ്. ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ആഫ്റ്റർ ചാർജിങ് സാലറി എന്ന് പറയാണ്. ഇപ്പൊ സാലറി നമ്മളോട് പറഞ്ഞേക്കുന്നത് 600 പെർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഒരു വർഷത്തെ സാലറി നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. ഒരു വർഷത്തെ കണ്ടുപിടിക്കാൻ 12 കൊണ്ട് ഇൻറ്റു ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ചാർജിങ് സാലറി എന്നാണ് മക്കളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഓർത്ത് വെക്ക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോ നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആ സാലറി പ്ലസ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ, മറക്കരുത്. ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ, ബിഫോർ ആണെങ്കിൽ അവർ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആഫ്റ്റർ ചാർജിങ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് ബിഫോർ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അവര് ആഫ്റ്റർ ചാർജിങ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാം, ഈ സൈഡിൽ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് എഴുതുമ്പോ അപ്പൊ എത്ര എഴുതിക്കൊള്ളണം, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ സാധാരണ പോലെ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ഇവിടെ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ബട്ട് ആഫ്റ്റർ ചാർജിങ് സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ സാലറി ഇവിടെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അവിടെ ആഡ് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ ആ സാലറി എഴുതാനും മറക്കരുത്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത സാലറി, റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത സാലറി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സാലറി എന്ന് പറഞ്ഞ് എഴുതുകയും വേണം. അപ്പൊ അത് ഓർത്ത് വെക്കാം, എക്സാമിന് വരും ഉറപ്പാണ്. ഓർത്ത് വെക്കാം, ആഫ്റ്റർ ചാർജിങ് എന്ത് വന്നാലും അപ്പൊ നമ്മൾ എന്ത് ചെയ്തോളണം, ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും സാലറി ആയാലും നമ്മൾ റെമ്യൂണറേഷൻ എന്നൊക്കെ പറഞ്ഞാലും നമ്മളത് റൈറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം, ലെഫ്റ്റിൽ അത് എഴുതാൻ വേണം കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. പിന്നെ വേറൊരു കാര്യം, ലോസ് ആണെങ്കിലോ, ഇപ്പൊ മക്കൾക്ക് ഓർത്ത് വെക്കാം, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല്, സാലറി, റെമ്യൂണറേഷൻ ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ അല്ലേ എഴുതുന്നേ, നെറ്റ് ലോസ് എന്ന് പറഞ്ഞ ഈ സൈഡിലല്ലേ നമ്മൾ അപ്പൊ എമൗണ്ട് എഴുതണ്ടേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നെറ്റ് ലോസ് നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ നെറ്റ് ലോസ് എഴുതിയിട്ട് ഈ സൈഡിലാണ് നമ്മൾ അത് വീതിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ ഇതൊന്നും കൊടുക്കില്ല. ഏത് കൊടുക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമ്മൾ ഇവിടെ എഴുതാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോ പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷനോ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതൊന്നും നെറ്റ് ലോസ് ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നതെങ്കിൽ ഇതൊന്നും നമ്മൾ കൊടുക്കണ്ട കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. പിന്നെ ഈ പാർട്ട്ണർഷിപ്പിന്റെ ആബ്സെൻസിലുണ്ടല്ലോ, നമുക്ക് പങ്കാളിത്ത കരാർ നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മള്
എന്തൊക്കെ കണ്ടീഷൻസാ ശ്രദ്ധിക്കേണ്ടത്? അതായത് ആബ്സെൻസില നമ്മളുടെ ഇന്ന രീതിയിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ട, കമ്മീഷൻ കൊടുക്കണ്ട, അല്ലെ? പിന്നെയോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കും, നമുക്ക് തരും, റേറ്റ് തരും. ഇല്ലെങ്കിൽ നമ്മൾ 6/12 ഒക്കെ എടുത്ത് നമ്മൾ തന്നേക്കണ പീരീഡ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ 6/12 നമ്മൾ എടുക്കും പീരീഡ്. ഡേറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പീരീഡ് നമ്മൾ 6/12 എടുക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അപ്പൊ ഇതൊന്നും നമ്മൾ കൊടുക്കണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഓർത്ത് വെക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും, അത് നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡില് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേറ്റ് നമുക്ക് പറഞ്ഞിട്ടില്ല, സാലറി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സ് ഇതൊന്നും കൊടുക്കണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കാം, എന്ത് ചെയ്തോളണം? ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തോളണം. പാർട്ണർഷിപ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഡീഡ് ദ പാർട്ട്നേഴ്സ് മസ്റ്റ് ആണ് അവിടെ. എത്ര ശതമാനം കൊടുക്കണ്ടേ? റേറ്റ് തന്ന ആ റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ലോണിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റ് 6 ആണ്. 1 മാർക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് അത് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അത് ഓർത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എഴുതി വെച്ചേക്കണ്ട്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല? ലോസ് ആണെങ്കിൽ സാലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർ നോട്ട് അലൗഡ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ, ഇപ്പൊ നമ്മൾ ചെയ്തപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലോസ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനില ലോസ് ആണ് നമുക്ക് തന്നേക്കണത്. ഗ്യാരണ്ടീഡ് പാർട്ട്നേഴ്സിന്റെ കേസാണ് കേട്ടോ പറയുന്നത്, മാറിപ്പോവല്ലേ. ഗ്യാരണ്ടീഡ് പാർട്ട്നേഴ്സിന്റെ കേസില് ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലോസ് മക്കൾക്ക് ഇപ്പൊ തന്നേക്കാണ്. ഇപ്പൊ പ്രോഫിറ്റ് അല്ല തന്നിരിക്കുന്നത്. ലോസ് ഒരു 3 lakh rupees എന്ന് പറഞ്ഞേക്കാണ്. 3 lakh rupees ലോസ്. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. റേഷ്യോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ 1:1:1 എന്ന് എടുക്കാണ്. ഇവിടെ നമുക്ക് 3 lakh ആണ് നമുക്ക് അവരുടെ ഗ്യാരണ്ടീഡ് എമൗണ്ട് അല്ല, പ്രോഫിറ്റ് നമുക്ക് തന്നേക്കുന്നത് ഒരു 3 lakh എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസില് ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നേക്കാണ്. ഗ്യാരണ്ടീഡ് എമൗണ്ട് അത് തന്നെ നിൽക്കട്ടെ, 1 lakh നിൽക്കട്ടെ. ഗ്യാരണ്ടീഡ് എമൗണ്ട് 1 lakh ആണ് ഗ്യാരണ്ടീഡ് എമൗണ്ട്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ അത് വീതിക്കും. ഈക്വൽ പാർട്ട്നേഴ്സ് അല്ലേ, അപ്പൊ നമ്മൾ 3 പേർക്കും ഈക്വൽ ആയിട്ട് 1 lakh വെച്ച് അങ്ങോട്ട് വീതിക്കും. നെറ്റ് ലോസ് ആണ് കേട്ടോ. ലോസ് ആണെങ്കിൽ നമ്മൾ ഇപ്പുറത്തല്ലേ വീതിച്ചു കൊടുക്കുന്നേ. അപ്പൊ ഇപ്പുറത്ത് 1 lakh വന്നു. ഇവിടെ ഉണ്ടല്ലോ സി ഗ്യാരണ്ടീഡാ. സി 1 lakh rupees ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ സിക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് എത്രയാ? 1 lakh ലോസാ വന്നിരിക്കുന്നേ. അപ്പൊ എന്ത് ചെയ്യണമെന്നോ, എയും ബിയും ഇവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ഡെഫിഷ്യൻസി ബോൺ ചെയ്യുന്നതും ഈക്വൽ ആയിട്ടാണ്. അങ്ങനെ വരുമ്പോ എയുടെ കൂടെ നമ്മളുണ്ടല്ലോ ഈ 1 lakh ഇയാളുടെ ലോസ്, അതായത് ശ്രദ്ധിച്ചിരുന്നോ പറഞ്ഞുതരാം. അതായത് എയുടെ ലോസ് ഈക്വൽ ആയിട്ട് 50,000. എക്ക് 1 lakh അല്ലേ ലോസ് വന്നേക്കണേ. എ ലോസ് ഒന്നും സഫർ ചെയ്യില്ലല്ലോ. എ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഉള്ള ആളാണ്. എക്ക് പ്രോഫിറ്റ് തന്നെ കിട്ടിയിരിക്കണം. അപ്പൊ ഫേമിന് നഷ്ടമെന്നോ അയാൾക്ക് 1 ലക്ഷം രൂപ നഷ്ടമെന്നോ അയാൾ 1 ലക്ഷം രൂപയൊന്നും സഫർ ചെയ്യില്ല. അയാളുടെ ആ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അയാളുടെ ലോസ് മറ്റുള്ളവർ സഫർ ചെയ്യണം. അപ്പൊ ഇയാളുടെ ലോസ് 50,000 എ സഫർ ചെയ്യണം. അതുപോലെ തന്നെ ബിയും ഇപ്പൊ 1 lakh 50,000 ലോസ് എയും സഫർ ചെയ്തു, ബിയും സഫർ ചെയ്തു. തീർന്നില്ല. അപ്പൊ ലോസേ സഫർ ചെയ്തിട്ടുള്ളൂ. ഇനി സിക്ക് ഒരു 1 lakh ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കൊടുക്കണ്ടേ? വേണ്ടേ? അപ്പൊ സിക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് ഈക്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ 50,000 കൂടി എ കൊണ്ടുവരേണ്ട വരും. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കൾക്ക്? ഈക്വൽ ആയതുകൊണ്ട് ഡൗട്ട് വരരുത്. അതായത് ആദ്യത്തെ ഈ 50,000 ഇയാളുടെ ലോസ് അവര് സഫർ ചെയ്തേക്കണത്. ഇത് ഗ്യാരണ്ടീഡിന്റെ എമൗണ്ട് കേട്ടോ. അപ്പൊ രണ്ടും കൂടി ചേർന്ന 1 lakh ആർക്ക് വരണം? ആര് ബോൺ ചെയ്യണം? എ ബോൺ ചെയ്യണം. അപ്പൊ ഇവിടെ എക്ക് ലോസ് ആണ് വരുന്നത് 2 lakh. എക്ക് ലോസ് 2 lakh, ബിക്കും ലോസ് 2 lakh. മനസ്സിലായോ?
രണ്ടുപേർക്കും ലോസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ആൾക്ക് 1 lakh പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മളത് ബ്രാക്കറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ നമ്മള് പ്രോഫിറ്റ് ആയതുകൊണ്ട് 1 lakh അങ്ങനെ കാണിക്കുക. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ നമുക്ക് 4 lakh നമുക്ക് നെഗറ്റീവ് വന്നു. 1 lakh പോസിറ്റീവ് ആയപ്പോ 3 lakh ഇവിടെ നെഗറ്റീവ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ലോസ്. ക്ലിയർ ആയോ? അപ്പൊ ലോസ് വന്ന് എന്ത് ചെയ്യണം? ലോസ് വന്ന അയാളുടെ ലോസും അതുപോലെ തന്നെ അയാൾക്ക് വേണ്ട ഗ്യാരണ്ടീഡിന്റെ എമൗണ്ടും ഇത് രണ്ടും ഇവര് സഫർ ചെയ്യാനായിട്ട് ലയബിൾ ആണ്. ഈക്വൽ ആയതുകൊണ്ടാണ് ഞാനിപ്പോ രണ്ടിലും ഈക്വൽ എമൗണ്ട് എടുത്തത്. റേഷ്യോ കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റേഷ്യോയില് ആദ്യം തന്നെ ലോസും അവര് സഫർ ചെയ്യണതായിട്ട് എടുക്കണം. പിന്നെ ഇയാളുടെ മിനിമം ഇയാൾക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റിന്റെ അതും ഇവര് സഫർ ചെയ്യണതായിട്ട് കാണിച്ച് അങ്ങനെ ഈ 2 lakh ഇവിടെ ഇയാൾക്കടെ ഈ 1 lakhന്റെ കൂടെ പ്ലസ് എന്ത് വന്നു? ഇയാള് സഫർ ചെയ്ത ലോസും വന്നു. ഗ്യാരണ്ടീഡിന്റെ എമൗണ്ട് 50,000 അങ്ങനെ 1 lakh അയാൾ സഫർ ചെയ്യേണ്ട വന്നു. അതുപോലെ ബിയും കേട്ടോ. അപ്പൊ അത് മക്കൾ ഓർത്ത് വെക്കാം. ഇനി അങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലെയും ഗ്യാരണ്ടീഡിലെയും സംഭവങ്ങള്. ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് കാണുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടാകും. 100% ഉറപ്പാണ്. അപ്പൊ ഓക്കെ.